നമ്മൾ പുതിയ വീടുകളിലൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിക്കി ബോംബ് കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിൽ പടക്കമേള ഉണ്ടാക്കാൻ പോകുന്ന കേസ്. ഞാൻ ഇവിടെ മൊത്തം പടക്കം വെക്കാൻ പോവാണ് കേസ്. അതിനടുത്ത് വണ്ടിയും കൂടെ കയറ്റിയിട്ട് വണ്ടീൻ്റെ മേലെയും കൂടെ നമ്മൾ പടക്കം വെക്കാൻ പോകുന്നു. ഇഷ്ടപ്പെടാൻ അവരായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട് കാട്ടാക്കാം കേസ്. അതിപ്പോൾ എൻ്റെ ലൈഫ് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ സ്കോർപ്പിയാണ് എടുക്കുന്നത്. കേസ് ഒരു ചടങ്ങുണ്ട് കേസ്. എന്നാ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വണ്ടി കയറ്റി വെക്കണം. അത് ഭയങ്കര പാടാണ് കേസ്. അത് നമ്മൾ ആ വീട്ടിലൂടെ പോയി ഇങ്ങനെ കയറ്റാൻ കേസ് നല്ല പാടാണ് കേസ്. വണ്ടി കൊണ്ടുവച്ച് ഇപ്പം നമുക്ക് സ്റ്റിക്കി ബോംബ് എടുക്കണം. ഓണത്തേലും വെച്ചേക്കാം. സ്റ്റിക്കി ബോംബ് ഗ്ലാസ് ഒക്കെ പൊട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ട് ഞാൻ വണ്ടിക്കകത്തോട്ട് പോയി കേസ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടി നമ്മുടെ ഫോർച്യൂണർ കയറ്റി വെക്കാം കേട്ടോ. വെയിറ്റ് ഒരു കാര്യം ചെയ്യാൻ അതെന്തായാലും കിട്ടുമായിരിക്കും കേസ്. ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ കുറേ വണ്ടിയും കുടിക്കാൻ പോകാം. സിമ്പിളായാലും അയ്യോ ഇത്തരത്തിൽ പുറകെ എന്തായാലും പുറകെയും പിടിച്ചേക്കാം. എവിടെയല്ലേ പുറകെ ഇവിടെ കയറാൻ പറ്റുന്നില്ല. സ്ലിംബോർ ഒരു പൊട്ട വണ്ടിയാണ്. എനിക്ക് ലിംബോർ ഇഷ്ടമില്ല. പൊട്ട വണ്ടി എനിക്ക് ഇഷ്ടമില്ല. എല്ലാം എടുത്ത് മാറ്റി വെച്ചതല്ല. പക്ഷെ ഇതിലൊരു പണിയുണ്ടടി സെറ്റായി നോക്കി സ്കോർപ്പിയോ എടുക്കുന്നുണ്ടോ. ഞാൻ ഈ 2 പ്ലേസിൽ 2 സ്കോർപ്പിയോ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഭയങ്കര പാടായി. കുറേ നേരിട്ട് കുറേ വണ്ടി വെച്ചാൽ നമ്മൾ മറ്റേ ഈ പാടായിട്ടുള്ള ജോലി എടുക്കാതിരുന്നതിൻ്റെ ഈ വീട്ടിലൂടെ ആയിട്ട് തന്നെ പാടണോ. കേസിൻ്റെ പരിപാടി എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം കേസ്. നമ്മൾ ഈ സ്റ്റിക്കി ബോംബ് ഇവിടെ മൊത്തം ഇങ്ങനെ അങ്ങിടാൻ പോവുക. ഓരോ വണ്ടിയുടെ മുകളിലായിട്ട് ഇങ്ങനെയൊക്കെ നോക്കാം. ഇങ്ങനെ നോക്കാം. ഇതാണ് നമ്മൾ ഇവിടെ കുറേ സ്റ്റിക്കി ബോംബ് എടുക്കണ്ടോ. വെയിറ്റ് ഇവിടെ കുറേ സ്റ്റിക്കി ബോംബ് എടുക്കണ്ട. ഇവിടെ ഒരു സാധനം എനിക്ക് വെക്കാനുണ്ട് കേസ്. അതിനുവേണ്ടി നമുക്ക് മുകളിലോട്ട് പോകും കേസ്. മുകളിലോട്ട് പോകും. മുകളിൽ നമുക്ക് സ്റ്റിക്കി ബോംബ് വെക്കാനുണ്ട് കേട്ടോ. ഫ്രാങ്കിലെ പോടാ കേസ്. ഞാൻ എങ്ങനെ പോകുന്നത് പറയട്ടെ. ഈ പൊട്ട കൈമേൽ ഗ്ലിച്ചടിക്കും കേസ്. അതാണ് കുഴപ്പം. ഒരു തകർക്കും ഇവിടെ എന്തായാലും പറയും. ഇതിൻ്റെ വീട് തരിപ്പണാവും. ഇവിടെ കൂടെ കുറച്ചിട്ടേക്കാം. എൻ്റെ പൊന്നോ ഇത് സീനായിരിക്കും കേട്ടോ. പറയുന്ന പോലെയല്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്നും നോക്കാമില്ല. പൊട്ടിക്കാൻ കേസ്. വണ്ടി അങ്ങോട്ട് ഒരു പൊട്ടി കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ കുറേ സ്റ്റിക്കി ബോംബ് വെച്ചതല്ലോ. അതിലൊരു കാര്യമുണ്ട് കേസ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ വെക്കുക. എന്നിട്ട് തവണ നമ്മൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടുവന്ന് നമ്മൾ ലംബോർഗിനിയിലും വെക്കണം. ഈ വണ്ടി കൊണ്ട് വേറായിട്ട് തന്നെ ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മളുടെ സ്റ്റിക്കി ബോംബുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെ കൊണ്ട് നൈസായിട്ട് നമ്മൾ ഫോർച്യൂണർ അങ്ങ് വെക്കാം. ഇതെന്തായാലും ഞാൻ എന്തായാലും അങ്ങ് ഓട്ടിപ്പോയിരിക്കണം. എന്തായാലും ഗെയിം ഫുള്ള് അടിക്കായിരിക്കും. അതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൊക്കെ കഷ്ടപ്പെടുന്ന വീഡിയോയിൽ കഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പാടാൻ ഇവിടെ ചെയ്തു. എൻ്റെ പൊന്നോ ഈ വണ്ടിയിൽ
അടിഭാഗം എന്തായാലും ഇന്ന് സെറ്റാകും ഗൈസ്. ഞാനങ്ങ് പോയി നിൽക്കാമെന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യം തീരും. ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ കാര്യം നേരം തീരുമാനം ഗൈസ്. നമുക്കിനി ഫോൺ എടുക്കുക, ഇത് പിടിച്ചേക്കുക ഗൈസ്. 3, 2, 1 സ്റ്റാർട്ട്. ഗൈസ് വീടിൻ്റെ ആക്കൊന്നും പൊട്ടി ആ സമയത്ത് ഗൈസ് പക്ക എക്സ്പോഷനായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ അകത്തോട്ട് കയറുന്നത് എനിക്കറിയത്തില്ല. അതൊക്കെ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ അങ്ങോട്ട് മൊത്തം സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ കുറേ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ സ്റ്റിക്ക് വന്നു വെച്ചാൽ നമുക്ക് കണ്ണും കൊണ്ട് ഇവിടെ വെച്ചാൽ പൊട്ടാൻ നോക്കിയാലോ. ഇല്ല പൊട്ടത്തില്ല ഗൈസ്. നമുക്ക് പൊട്ടുന്നതിൻ്റെ കൂടെ ഗൈസ് നമുക്ക് മറ്റേ ലോഡെടുത്ത് റൂട്ട് ചെയ്യാം ഗൈസ്. പൊട്ടിക്കണം, ഇനി എനിക്ക് ഈ വീട് വേണടാ. പൊട്ടിച്ച് കാള പൊട്ടിച്ച് ഫ്രാങ്ങളുടെ ഈ പൊട്ട ലൈഫ് വേണ്ടാണ് അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വലിയ കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബൈ.